ഫ്രണ്ട്സ്, ഇത് നമുക്ക് കാടമുട്ട കറിയാണ് ഉണ്ടാക്കുന്നത്. അതായി ഒരു പാക്കറ്റ് കാടമുട്ട ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്ക് ഏകദേശം 18 കാടമുട്ടയാണ്. ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ബോയിൽ ചെയ്തെടുക്കാം. പാത്രത്തെ വെള്ളത്തിലിട്ടിടാം. വെള്ളം നനയ്ക്കാൻ വേണം. ഇനി നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് ബോയിൽ ചെയ്യാം. തിളപ്പിച്ചെടുക്കാം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. കടമുട്ടയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഓഫ് ചെയ്ത് തണുക്കാനായി തണുത്ത വെള്ളത്തിലിടാം. കാടമുട്ടയെല്ലാം പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. 18 കാടമുട്ടയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ: 2 സവാള ചെറുതരിഞ്ഞത്, കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒരു ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളിയും ചതച്ചത്, ഒരു പച്ചമുളക്, പിന്നെ കടുക്, ചിക്കൻ മസാല, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾ, മുളക്, കാശ്മീരി മുളക് പൊടി, ഗരം മസാലപ്പൊടി, ലേശം കുരുമുളക് പൊടി, പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, വെള്ളം. എരിവുള്ള മുളക് പൊടി ശകലം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് സ്റ്റവ് കത്തിക്കാം. പാത്രം ചൂടാകട്ടെ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ലോ ഫ്ലെയിം ആക്കി നമുക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ഇത് വെളുത്തുള്ളി ചെറുതായി ചതച്ചത്, ഒരു പച്ചമുളക്, കറിവേപ്പില. ചെറുതായി ഒന്ന് നോക്കുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, സവാള, അതോടൊപ്പം ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റാം. നമുക്ക് ഈ സ്പൂണിന് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഈ ഓയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. തക്കാളിയും കൂടെ ചേർക്കാം.
വളരെ കുറച്ച് തക്കാളിയെ ചേർക്കുന്നുള്ളൂ. ഒരുപാട് പുളിയൊന്നും വേണ്ട ഈ കറിക്ക്. ഇത് കാടമുട്ട കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. റോസ്റ്റ് ഫ്രൈ ഒക്കെ ഞാൻ ഉണ്ടാക്കി വീഡിയോ ഇട്ടിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വഴറ്റാം. അത് ഉള്ളി വഴലുന്ന സമയം കൊണ്ട് നമുക്ക് മസാലപ്പൊടികൾ ഒരു ബൗളിലോട്ട് മാറ്റാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ചിക്കൻ മസാലയുടെ പൊടിയാണ് ഞാൻ ചേർത്തത്. പുതിയൊരു കമ്പനിയുടെയാണ്. ഇടയ്ക്ക് തുറന്നൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ ഒരുവിധം പാടാറായിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ ഒന്ന് വെള്ളമിട്ട് വയ്ക്കാൻ വേണ്ടി. ഉള്ളിയൊക്കെ ഒരുവിധം വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാല ചേർക്കാം. എണ്ണയിലൊന്ന് ഇട്ട് മൂപ്പിക്കാം. മസാലയെല്ലാം മൂത്ത ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. പച്ചമണം മാറുമ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. വെള്ളത്തിലെല്ലാം ഒന്ന് തിളക്കട്ടെ. സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വയ്ക്കും. അടപ്പൊന്ന് തുറക്കാം. ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറി എല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. നമുക്ക് ഈ കറിക്ക് കുറച്ച് ചാറ് വേണം. മുട്ടക്കറിയാണിത്. ഈ പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തി, പൊറോട്ട എല്ലാം. വീഡിയോ അതേ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. നീ അടച്ചു വെച്ച് ഏകദേശം 1 മിനിറ്റ് കൂടെ ഒന്ന് അടപ്പൊന്ന് തുറക്കുക. കടമുട്ട കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എൻ്റെ അടുത്ത് മല്ലിയില തീർന്നു പോയി. കറിവേപ്പില ഇട്ടാലും മതി, കുഴപ്പമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തതിന് കുറച്ച് ചാറ് വേണം. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. എല്ലാം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. മുട്ടയെല്ലാം നമ്മളൊരു
ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്.